ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ ദാന്തേക്ക് ഒരുപാട് ആത്മാക്കൾ വേദന കൊണ്ട് അലറി വിളിച്ച് ഓടി നടക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ഇവിടെയുള്ള ആത്മാക്കൾ ചെയ്ത പാപം എന്തെന്ന് വെച്ചാൽ ഇവരാരും തന്നെ അവരുടെ ജീവിതത്തിൽ ബാപ്റ്റൈസ് ആയിട്ടില്ല എന്നതാണ്. ഈ ആത്മാക്കളെ ഒരു സ്ട്രോങ് വിൻ ഫോഴ്സ് ഉപയോഗിച്ച് നിരന്തരം മുന്നോട്ടും പിന്നോട്ടും പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു. ദാന്തേഴ്സ് ഇൻഫെർണോ. ദാന്തെ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. 14-ാം നൂറ്റാണ്ടിലെ ഒരു ഇറ്റാലിയൻ പോയറ്റായിരുന്നു ദാന്തെ. അദ്ദേഹത്തിന്റെ ലിറ്റററി വർക്കുകളെല്ലാം തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയംസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഒട്ടനേകം വേൾഡ് ഫേമസ് ആയിട്ടുള്ള പോയംസ് ദാന്തെ രചിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന വർക്ക് വേൾഡ് ലിറ്ററേച്ചറിലെ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വർക്കായിട്ട് ഇപ്പോഴും കരുതപ്പെടുന്നു. ഡിവൈൻ കോമഡി 3 പാർട്ടുകളിലായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്: ഇൻഫെർണോ, പുർഗത്തേറിയോ, പരദീസോ. ഇന്ന് നമ്മൾ ദാന്തയുടെ ഡിവൈൻ കോമഡിയിലെ ഇൻഫെർണോ എന്ന പാർട്ടിൽ പറഞ്ഞിട്ടുള്ള 9 സർക്കിൾസ് ഓഫ് ഹെൽ അല്ലെങ്കിൽ നരകത്തിലെ 9 വൃത്തങ്ങളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഡിവൈൻ കോമഡിയിലെ മറ്റ് 2 പാർട്ടുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ വിത്തൗട്ട് എനി ഡിലേ, ലെറ്റ്സ് റോൾ. 1308 ദാന്തെ ഡിവൈൻ കോമഡി എഴുതി തുടങ്ങുന്നത്. ഈ പോയം പൂർത്തിയാക്കാൻ വേണ്ടി 10 വർഷം വേണ്ടി വന്നു ദാന്തേക്ക്. 3 പാർട്ടുകളിലുള്ള ഈ ഒരു പോയത്തിന്റെ ആദ്യത്തെ പാർട്ടാണ് ഇൻഫെർണോ. ആൻഡ് ഇൻഫെർണോ എന്നാൽ ഇറ്റാലിയൻ ലാംഗ്വേജിൽ ഹെൽ അല്ലെങ്കിൽ നരകം എന്നാണ് അർത്ഥം. ഇൻഫെർണോയുടെ തുടക്കം ഇയർ 1300 മൂണ്ടി തേഴ്സ്ഡേ രാത്രിയിലായിരിക്കും. രാത്രിയിൽ കണ്ണു തുറക്കുന്ന ദാന്തെ താൻ എങ്ങനെയോ ഡാർക്ക് വേൾഡിൽ അകപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഒരു കഥ തുടങ്ങുമ്പോൾ ദാന്തയുടെ വയസ്സ് 35, വിച്ച് ഈസ് ഹാഫ് ഓഫ് 70. ഇതൊരു ബബ്ലിക്കൽ റെഫറൻസ് ആണ്. ആൻഡ് ബബ്ലിക്കൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 70 വർഷം മാത്രമായിരിക്കും. എനിവേസ്, ദാന്തെ അങ്ങനെ ആ ഡാർക്ക് വേൾഡിലൂടെയുള്ള തന്റെ യാത്ര ആരംഭിക്കുകയാണ്. മുന്നിൽ കണ്ട ചെറിയൊരു മല കടന്ന് അപ്പുറം ചെല്ലാൻ ശ്രമിക്കുമ്പോഴേക്കും തന്റെ മുന്നിലേക്ക് 3 നരഭോജികളായിട്ടുള്ള മൃഗങ്ങൾ വരികയാണ്. എ ലയൺ, എ ലെപ്പേർഡ് ആൻഡ് എ ഷീപ്പ്. ഈ 3 മൃഗങ്ങളും ഇവിടെ ഒരു മനുഷ്യന്റെ 3 ഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ലയൺ റെപ്രസെന്റ് വയലൻസ് ആൻഡ് ബിസ്റ്റിലിറ്റി, ലെപ്പേർഡ് റെപ്രസെന്റ് ഫ്രോഡ് ആൻഡ് മാലസ്, ആൻഡ് ഷീ വൂൾഫ് റെപ്രസെന്റ് ഇൻകോണ്ടിനൻസ്. ഈ 3 മൃഗങ്ങളും കൂടി ദാന്തയെ ഒരു ലോവർ ഡാർക്ക് പ്ലേസിലേക്ക് തള്ളിവിടുകയാണ്. ആ ഡാർക്ക് പ്ലേസിൽ വെച്ച് ദാന്തെ വെർജിസ് എന്ന് പറയുന്ന ഒരു റോമൻ പോയിറ്റിന്റെ ആത്മാവിനെ കണ്ടുമുട്ടുകയാണ്. ആൻഡ് ഇവിടെ നിന്നാണ് ദാന്തയുടെ നരകത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. കൂടെ വഴികാട്ടിയായി വെർജിസും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നരകത്തിന്റെ കവാടത്തിൽ എത്തിപ്പെട്ടു. നരകത്തിന്റെ കവാടത്തിലായി എന്തോ ഒന്ന് എഴുതി വെച്ചിരിക്കുന്നത് ദാന്തെ കാണുകയാണ്. അതിങ്ങനെയായിരുന്നു: ലസ്കിത്ത ഓഗനി സെബ്രാൻസ വോ ചിന്ത്രാന്ത്രേ. മീൻസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളിലുള്ള എല്ലാ ആശകളും പ്രതീക്ഷകളും വിട്ടുകളയുക. ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ ദാന്തേക്ക് ഒരുപാട് ആത്മാക്കൾ വേദന കൊണ്ട് അലറി വിളിച്ച് ഓടി നടക്കുന്നതാണ് കാണാൻ സാധിച്ചത്. വെർജിസ് ദാന്തയോട് പറഞ്ഞു, ഈ ആത്മാക്കൾ ചെയ്ത പാപം എന്തെന്ന് വെച്ചാൽ ഇവരുടെ ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും ഇവരൊരു പക്ഷം തിരഞ്ഞെടുത്തില്ല എന്നതാണ്. അതായത് ഇവർ ആർക്കും നല്ലതും ചെയ്തിട്ടില്ല, ദോഷവും ചെയ്തിട്ടില്ല, ഒരു ന്യൂട്രൽ ജീവിതം ജീവിച്ചു തീർത്തു. അതിനാൽ തന്നെ ഈ ആത്മാക്കൾക്കൊന്നും നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പ്രവേശിക്കാനും സാധിക്കില്ല. ഈ ആത്മാക്കളെല്ലാം ഇവിടെ തന്നെ ബാക്കിയുള്ള അനന്തകാലവും വേദനയിലും സങ്കടത്തിലും കഴിയേണ്ടി വരും. ഇൻഫെർണോയിൽ ഒരുപാട് ചെറിയ ചെറിയ കാര്യത്തിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ അതൊന്നും ഇവിടെ കവർ ചെയ്യുന്നില്ല. ഡയറക്റ്റ് 9 സർക്കിൾസ് ഓഫ് ഹെൽ എന്ന ടോപ്പിക്ക് മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദാന്തയുടെ 9 സർക്കിൾസ് ഓഫ് ഹെൽ ഒരു കോൺസെൻട്രിക് കൺസെപ്റ്റ് ആണ്. അതായത് ഓരോ സർക്കിളും കഴിഞ്ഞു വരുന്ന അടുത്ത സർക്കിൾ മുമ്പത്തേതിനേക്കാൾ ക്രൂരവും കഠിനവുമായിരിക്കും. ഈ 9 സർക്കിൾസും പ്രപഞ്ചത്തിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഈ സർക്കിൾസിന്റെ എല്ലാം ഏറ്റവും അടിയിലായിട്ടാണ് സാത്താനെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നത്. ദാന്തെ അങ്ങനെ ലിംബോ എന്നു പേരുള്ള ആദ്യത്തെ സർക്കിളിലേക്ക് കടക്കുകയാണ്. ദാന്തയുടെ കൂടെ വന്ന വെർജിസും ഈ ഒരു സർക്കിളിൽപ്പെട്ട ആത്മാവാണ്. ഇവിടെയുള്ള ആത്മാക്കൾ ചെയ്ത പാപം എന്തെന്ന് വെച്ചാൽ ഇവരാരും തന്നെ അവരുടെ ജീവിതത്തിൽ ബാപ്റ്റൈസ് ആയിട്ടില്ല എന്നതാണ്. എസെൻഷ്യലി ഇവരെല്ലാം നോൺ ക്രിസ്ത്യൻസ് ആണ്. ഈ ഒരു സർക്കിളിനെ ഒരു ഇൻഫീരിയർ ഫോം ഓഫ് ഹെവൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. ഈ സർക്കിളിലായിട്ട് 7 ഗേറ്റ്സ് ഉള്ള ഒരു കാസിൽ ഉണ്ട്. ഈ 7 ഗേറ്റ്സ് 7 വെർച്ചസ് ഓർ 7 ഡെഡ്ലി സിൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ഒരു സർക്കിളിലായി ദാന്തേക്ക് ഹിസ്റ്ററിയിലെ വളരെ പ്രോമിനന്റ് ഫിഗേഴ്സ് ആയിട്ടുള്ള സോക്രാറ്റസ്, അരിസ്റ്റോട്ടിൽ, ജൂലിയ സീസർ പോലുള്ളവരുടെ ആത്മാവിനെ കാണാൻ സാധിച്ചു. അവിടെ നിന്നും ദാന്തെ പതിയെ വെർജിസിനോടൊപ്പം 2ാമത്തെ സർക്കിളിലേക്ക് പോവുകയാണ്. അതാണ് ലെസ്റ്റ്.
ഈ ഒരു സർക്കിളിൽ നിന്നാണ് നരകത്തിലെ പ്രോപ്പർ പണിഷ്മെന്റ്സ് തുടങ്ങുന്നത്. ജീവിതത്തിൽ അനാവശ്യ വികാരങ്ങൾക്കും പദവിക്കും വേണ്ടി എന്തും ചെയ്തവരുടെ ആത്മാക്കളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ആത്മാക്കളെ ഒരു സ്ട്രോങ് വിൻഡ് ഫോഴ്സ് ഉപയോഗിച്ച് നിരന്തരം മുന്നോട്ടും പിന്നോട്ടും പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും സ്വയം ബാലൻസ് ചെയ്ത് നിൽക്കാൻ സാധിച്ചിരുന്നില്ല. സ്ട്രോങ് വിൻഡ് റെസ്റ്റ്ലെസ്നെസ്സിനെ സൂചിപ്പിക്കുന്നു. ദാന്തെ അവിടെയും ഹെലൻ ഓഫ് ട്രോയ്, ക്ലിയോപാട്ര പോലുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിന്റെ ആത്മാക്കളെ കണ്ടിരുന്നു. അവിടെ നിന്ന് വിർജിസും ദാന്തയും കൂടി മൂന്നാമത്തെ സർക്കിളായ ഗ്ലൂട്ടണിയിലേക്ക് നീങ്ങി. ഈ ഒരു സർക്കിളിലുണ്ടായിരുന്ന ആത്മാക്കളെല്ലാവരും അവരുടെ ജീവിതത്തിൽ ഭക്ഷണത്തിനും മദ്യത്തിനും മറ്റ് വൈൽഡ് പ്ലഷേഴ്സിനും മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തവരായിരുന്നു. ദാന്തെ അവിടെ സെറിബ്രസ് എന്നു പേരുള്ള ഒരു വേം മോൺസ്റ്ററിനെ കാണുകയാണ്. സെറിബ്രസ് ആയിരുന്നു ഗ്ലൂട്ടണിയിലെ ആത്മാക്കളെ ശിക്ഷിക്കുന്നത്. ശിക്ഷയായി ഈ ആത്മാക്കളെ എല്ലാം തന്നെ മഞ്ഞു മൂടപ്പെട്ട ഒരിടത്തേക്ക് ഇടുകയും അവരുടെ മേൽ നിരന്തരം മഞ്ഞുമഴ പെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ നിലവിളിക്കുകയും ഓടുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ മഞ്ഞു മൂടപ്പെട്ട പ്രദേശം പേഴ്സണൽ ഡീഗ്രഡേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം ഇവിടെയുള്ള സിന്നേഴ്സ് എല്ലാം തന്നെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ അവരുടെ സുഖജീവിതം മാത്രം നോക്കി ജീവിച്ചവരായിരുന്നു. ദാന്തെ അങ്ങനെ അവിടെ നിന്ന് നാലാമത്തെ സർക്കിളിലേക്ക് നടക്കാൻ തുടങ്ങി. നാലാമത്തെ സർക്കിളാണ് ഗ്രീഡ്. ജീവിതത്തിൽ പണത്തിനും പദവിക്കും വേണ്ടി മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തവരുടെ ആത്മാക്കളാണ് ഗ്രീഡ് എന്ന സർക്കിളിൽ ഉണ്ടായിരുന്നത്. ഇവിടെയുള്ള ആത്മാക്കൾക്ക് ശിക്ഷ നൽകിയിരുന്നത് പ്ലൂട്ടോ എന്ന് പറയുന്ന ഡാർക്ക് വേൾഡിലെ തന്നെ ഒരു ഏൻഷ്യൻ ഗ്രീക്ക് റൂളർ ആയിരുന്നു. ഇവിടെ ശിക്ഷയായി ആത്മാക്കളുടെ തോളിൽ ഒരു വലിയ ഭാരമുള്ള കല്ല് വെച്ച് കൊടുത്ത് ചരിഞ്ഞ പ്രദേശത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ദാന്തയ്ക്ക് അവിടെയുള്ള ആത്മാക്കളോടൊന്നും തന്നെ സംസാരിക്കാൻ സാധിച്ചില്ല. കാരണം എല്ലാവരും അവരുടെ ശിക്ഷയിൽ മുഴുകിയിരുന്നു. അവിടെ നിന്ന് ദാന്തയും വിർജിസും കൂടി അഞ്ചാമത്തെ സർക്കിളായ ആങ്കറിലേക്ക് നീങ്ങി. പ്രതികാര മനോഭാവത്തോട് ജീവിച്ചവരുടെയും മറ്റുള്ളവരോട് എപ്പോഴും ദേഷ്യത്തിൽ മാത്രം പെരുമാറിയിരുന്നവരുടെയും ആത്മാക്കളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ആത്മാക്കൾക്ക് ശിക്ഷയായി തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നദിയിലേക്ക് ഇടുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ ആത്മാക്കൾ പരസ്പരം അടികൂടുകയും മുങ്ങിപ്പോവാതിരിക്കാൻ നിലവിളിക്കുകയും ചെയ്യുന്നത് ദാന്തെ കണ്ടു. ആ നദി കടക്കാനായി അണ്ടർവേൾഡിലെ തന്നെ ഒരു ഗ്രീക്ക് റൂളറായിരുന്ന ഫിലഗസ് ദാന്തെയും വിർജിസിനെയും സഹായിച്ചു. ഇതാണോ ഈ ആത്മാക്കളുടെ ശിക്ഷയെന്ന് ദാന്തെ ഫിലഗസിനോട് ചോദിച്ചു. ഫിലഗസ് പറഞ്ഞു, ദ കോൺസ്റ്റന്റ് ഫീലിംഗ് ഓഫ് ഡ്രൗണിംഗ് ഈസ് ദ പണിഷ്മെന്റ് ഫോർ ദ സിന്നേഴ്സ്. കൂടാതെ ആ നദി കടക്കുന്നതിനോടൊപ്പം ആ നദിയിൽ ഫിലിപ്പോ അർജന്റൈൻ എന്ന് പറയുന്ന ഒരു ഫ്ലോറന്റൈൻ പൊളിറ്റീഷ്യനെ ദാന്തയ്ക്ക് കാണാൻ സാധിച്ചു. അയാൾ പണ്ട് ദാന്തയുടെ ഫ്ലോറന്റൈനിലെ പ്രോപ്പർട്ടി ഇല്ലീഗലായി തട്ടിയെടുത്തിരുന്നു. അങ്ങനെ ദാന്തെ ആറാമത്തെ സർക്കിളായ ഹെർസിയിൽ എത്തിപ്പെട്ടു. ഈ സർക്കിളിൽ ഓർത്തഡോക്സ് വിശ്വാസങ്ങൾക്ക് എതിരായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തവരുടെ ആത്മാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ശിക്ഷയായി ആത്മാക്കളെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന തീയുള്ള ഒരു കുഴിയിൽ അടച്ചു വെച്ചിരുന്നു. ഇവിടെയും ദാന്തയ്ക്ക് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ കാണാൻ സാധിച്ചു. ഹോളി റോമൻ എംപറർ ഫെഡറിക് II, പോപ്പ് അനസ്തോസിസ് II എന്നിവരെ ദാന്തെ അവിടെ കണ്ടുമുട്ടി. അതിനുശേഷം ദാന്തെ പതിയെ ഏഴാമത്തെ സർക്കിളായ വയലൻസിലേക്ക് നടന്നു നീങ്ങി. സെവൻത് സർക്കിളിലെ സിന്നേഴ്സിനെ 3 ഭാഗങ്ങളായി തിരിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ ഭാഗത്തിൽ മറ്റുള്ളവരെ കൊന്നിട്ടുള്ളവരും എപ്പോഴും വയലൻസ് ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ളവരുടെ ആത്മാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ദാന്തയ്ക്ക് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഗൈഡി മോൺഫോ പോലുള്ള കുറച്ച് നോട്ടബിൾ ഫിഗേഴ്സിനെ കാണാൻ സാധിച്ചു. ഇവരുടെ ആത്മാക്കളെ ബോയിലിംഗ് ബ്ലഡ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു നദിയിൽ എപ്പോഴും മുക്കിക്കൊണ്ടേയിരുന്നു. സെവൻത് സർക്കിളിലെ രണ്ടാമത്തെ ഭാഗത്ത് ആത്മഹത്യ ചെയ്തവരുടെ ആത്മാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ ആത്മാക്കൾ ഒരു മരത്തിന്മേൽ പൂർണ്ണമായും ഇഴകിച്ചേർന്ന പോലെ ബന്ധിച്ച ശേഷം കഴുകനും മറ്റ് നരഭോജികളായ മൃഗങ്ങളെയും കൊണ്ട് ഇവരുടെ ആത്മശരീരത്തിലെ മാംസം കൊത്തിവലിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഇവരുടെ ശിക്ഷ. ഈ പ്രോസസ് ഒന്നും തന്നെ ഒരിക്കലും അവസാനിക്കുന്നില്ല. അനന്തകാലത്തോളവും ആത്മാക്കൾ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ഏഴാമത്തെ സർക്കിളിലെ മൂന്നാമത്തെ ഭാഗത്തിലായി ദൈവത്തിന്റെ പേരിൽ അക്രമം കാണിച്ചവരുടെയും ദൈവത്തിനെതിരായി അക്രമം കാണിച്ചവരുടെയും ആത്മാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആത്മാക്കളെ എല്ലാം തന്നെ ചുട്ടുപൊള്ളുന്ന ഒരു മരുഭൂമിയിലിട്ട് അവരുടെ മേൽ തീ കൊണ്ട് മഴ പെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതായിരുന്നു ഇവർക്കുള്ള ശിക്ഷ. ദാന്തെ അവിടെ നിന്ന് എട്ടാമത്തെ സർക്കിളിലേക്കുള്ള തന്റെ യാത്ര തുടങ്ങി. എട്ടാമത്തെ സർക്കിളിൽ എത്താൻ വേണ്ടിയിട്ട് ഗാരിയോൺ എന്ന് പറയുന്ന ഒരു ഫ്ലൈയിങ് മോൺസ്റ്ററിന്റെ സഹായവും ദാന്തയ്ക്കും വെർജിസിനും തേടേണ്ടി വന്നു. ദാന്തെ അങ്ങനെ എട്ടാമത്തെ സർക്കിളായ ഫ്രോഡിലെത്തി. ഈ ഒരു സർക്കിളിൽ 10 ഈവിൾ ഡിച്ചസ് അല്ലെങ്കിൽ 10 കുഴികൾ ഉണ്ടായിരുന്നു. ഈ കുഴികളിലെല്ലാം തന്നെ ഓരോ തരത്തിലുള്ള ഫ്രോഡ്വൽ സിന്നേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വിസിറ്റേഴ്സിന് ഡിച്ചസിന് മുകളിലൂടെയുള്ള ബ്രിഡ്ജിൽ നിന്ന് മാത്രമേ സിന്നേഴ്സിനെ കാണാൻ അനുവാദമുള്ളായിരുന്നു. ആദ്യത്തേതിൽ സെഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ആത്മാക്കളും, രണ്ടാമത്തേതിൽ കള്ളം പറഞ്ഞ് കാര്യം നേടുന്നവരും, മൂന്നാമത്തേതിൽ റിലീജിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ
വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളും, നാലാമത്തേതിൽ ദൈവത്തിന്റെ പേരിൽ കള്ളത്തരം കാണിച്ചവരുടെയും, അഞ്ചാമത്തേതിൽ കറപ്റ്റഡ് പൊളിറ്റീഷ്യൻസിന്റെയും, ബാക്കിയുള്ളതിലെല്ലാം ഹിപ്പോക്രിറ്റ്സ്, തീഫ്, ഈവിൾ അഡ്വൈസേഴ്സ് പോലുള്ളവരുടെയും ആത്മാക്കളെ ദാന്തെ കണ്ടു. ആ ബ്രിഡ്ജുകളെല്ലാം കടഞ്ഞ് ദാന്തെ അങ്ങനെ ഒമ്പതാമത്തേതും നരകത്തിന്റെ അവസാനത്തേതുമായ സർക്കിളിലെത്തിപ്പെട്ടു. ഒമ്പതാമത്തെ സർക്കിളാണ് ട്രേച്ചറി. ട്രേച്ചറി എന്ന വാക്കിന്റെ അർത്ഥം ആരുടെയെങ്കിലും ട്രസ്റ്റിനെ അല്ലെങ്കിൽ വിശ്വാസത്തെ തകർക്കുക എന്നതാണ്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെയുള്ള ആത്മാക്കൾ അവരുടെ ജീവിത സമയത്തിൽ ആരോടെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ചവരാവാമെന്ന്. ഇവിടെ ശിക്ഷയായി ആത്മാക്കളെ ഐസ് നിറഞ്ഞ ഒരു നദിയിൽ ഫ്രോസ് ആക്കി വെച്ചിരിക്കുന്നതായാണ് ദാന്തെ കണ്ടത്. ഇതിൽ തന്നെ ഇതിനെ 4 ഭാഗങ്ങളായി തിരിച്ചിരുന്നു. കൂടുതൽ തെറ്റ് ചെയ്തവർ ഐസ് ലേക്കിന്റെ ഏറ്റവും അടിയിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യത്തെ ഭാഗത്തിനെ കെയ്ന എന്ന് വിളിച്ചിരുന്നു, വിച്ച് ഈസ് നെയിംഡ് ആഫ്റ്റർ എ മാൻ നെയിംഡ് കെയ്ൻ. കെയ്ൻ അദ്ദേഹത്തിന്റെ സഹോദരനായ ആബലിനെ കൊന്നിരുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. കെയ്നും ആബലുമായിരുന്നു ആഡം ആൻഡ് ഈവിന്റെ ആദ്യത്തെ 2 പുത്രന്മാർ. രണ്ടാമത്തെ ഭാഗത്തിന്റെ പേരായിരുന്നു ആന്റനോറ, വിച്ച് ഈസ് നെയിംഡ് ആഫ്റ്റർ എ മാൻ നെയിംഡ് ആന്റനോർ ഫ്രം ട്രോയ്, ആൻഡ് ദിസ് മാൻ വാസ് ദ കൗൺസിലർ ഓഫ് പ്രൈം ഡ്യൂറിംഗ് ട്രോജൻ വാർ. മൂന്നാമത്തെ ഭാഗമായിരുന്നു ടോളമീർ, വിച്ച് ഈസ് നെയിംഡ് ആഫ്റ്റർ ടോളമി. നാലാമത്തെ ഭാഗത്തിന്റെ പേരായിരുന്നു ജുഡേക്ക, വിച്ച് ഈസ് നെയിംഡ് ആഫ്റ്റർ ജൂറസ്, ദ മാൻ ഹു ബിട്രേഡ് ജീസസ് ക്രൈസ്റ്റ്. മലയാളത്തിൽ നമ്മൾ യൂദാസ് എന്ന് വിളിക്കും. ഇൻഫെർണോയിൽ ഇവിടെ വെച്ചാണ് ദാന്തെയുടെയും വെർജിസിന്റെയും നരകത്തിലൂടെയുള്ള ജേർണി അവസാനിക്കുന്നതും ഡിവൈൻ കോമഡിയുടെ രണ്ടാമത്തെ പാർട്ടായ പെർഗറ്റോറിയോ തുടങ്ങുന്നതും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഡിവൈൻ കോമഡിയുടെ മറ്റു പാർട്ടുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.